നമസ്കാരം. അയത്തുള്ള അലി ഖമനയി കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇസ്രായേലും US ചേർന്ന് കൊലപ്പെടുത്തിയ ഇറാന്റെ പരമോന്നത നേതാവ്. ആ ആക്രമണത്തോടെ ഇറാൻ യുദ്ധം ആരംഭിച്ചു. അസാധാരണമായി ലോകം അത്ഭുതപ്പെട്ട കാഴ്ചയാണ് പിന്നീട് കണ്ടത്. US-ന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തെ ഇറാൻ പ്രതിരോധിച്ചത് കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. ലോക പോലീസും അവരുടെ ഗുണ്ടാപ്പടയും നടത്തിയ നിയമലംഘനങ്ങൾക്കെതിരെ ഇറാൻ ശക്തമായ നിലയിൽ പ്രതിരോധിച്ചു, തിരിച്ചടിച്ചു. ഒടുവിൽ ഇറാന്റെ ലക്ഷ്യമിട്ട് വന്ന ഇറാൻ പരാജയപ്പെടുമെന്ന് വിലയിരുത്തപ്പെട്ട യുദ്ധത്തിൽ US-ഉം ഇസ്രായേലും ഇന്നസെന്റിന്റെ ഭാഷയിൽ പറഞ്ഞ ഇക്ഷ വരച്ചു. ഇപ്പോഴും വെടിനിർത്തലും നീട്ടലും ചെറിയ ആക്രമണങ്ങളും ഒക്കെയായി സമാധാന കരാറിലേക്ക് എത്താനുള്ള കഠിന പരിശ്രമത്തിലാണ്. പറഞ്ഞു വന്നത് അയത്തുള്ള അലി ഖമനയെ കുറിച്ചാണ്. 3 മാസം മുമ്പ് കൊലപ്പെടുത്തിയ അയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം ഇതുവരെ ഇറാൻ പൂർത്തിയാക്കിയിട്ടില്ല, ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഖമനയുടെ സംസ്കാരവും സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഉറച്ച നിലപാടും ട്രംപിന്റെ അന്തം വിട്ട കളിയുമാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. അയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം സംബന്ധിച്ച് ഇറാൻ വമ്പൻ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഒരുങ്ങുന്നതായുള്ള വാർത്തകളാണ് ഒടുവിൽ പുറത്തു വന്നത്. ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഖമനയ്ക്ക് ഒരുങ്ങുന്നത് ലോകം കണ്ടിട്ടില്ലാത്ത വിധം വലിയൊരു യാത്രയപ്പ് ചടങ്ങാണ്. എന്നാൽ വിവിധ ഏജൻസികളുടെ ചടങ്ങിനായുള്ള ആസൂത്രണങ്ങളെക്കുറിച്ച് അല്ലാതെ എപ്പോൾ നടക്കും എന്നത് സംബന്ധിച്ച വിവരം ലഭ്യമല്ല. ഈ ചടങ്ങിലൂടെ മുജ്തബ ഖമനയി പരസ്യമായി രംഗത്ത് വന്നേക്കും എന്ന അഭ്യൂഹവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US-ഉം ഇസ്രായേലും ഈ കാര്യങ്ങളെ, ഈ നടപടികളെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഖമനയുടെ മകള്, ഭർത്താവ്, സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങി ഓഫീസ് സമുച്ചയത്തിന് നേരെ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. സംസ്കാരം സംബന്ധിച്ച വാർത്തകൾ US ഇസ്രായേൽ ഭരണകൂടം ഉറ്റുനോക്കുമ്പോൾ തന്നെ സമാന്തരമായി നടക്കുന്ന സമാധാന ചർച്ചകളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയമായി ഇറാൻ ജനതയെ ഒരുമിപ്പിക്കുന്നതിന് ഈ ചടങ്ങിടയാക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ തുടരുകയല്ലാതെ നിവൃത്തിയില്ലെന്ന വിലയിരുത്തൽ കൂടി വരുന്നത്. ആക്രമണം പുനരാരംഭിക്കാനുള്ള നെതന്യാഹുവിന്റെ സമ്മർദ്ദം തുടരുന്നതിനിടെ സമാധാന കരാറിലേക്ക് എത്താനുള്ള അതിവേഗത്തിലുള്ള നീക്കം US നടത്തുകയാണ്. എന്നാൽ US-ന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇറാനുമായി കരാറിന് സാധ്യതയുണ്ട് എന്നും ഹോർമൂസ് തുറന്നു നൽകാൻ ഇറാൻ തയ്യാറായി എന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന നിഷേധിച്ച് ഇറാൻ രംഗത്തെത്തിയത് US-നെ ഞെട്ടിച്ചു. ഇറാന്റെ പരിഗണനയിലുള്ളതും US അവതരിപ്പിച്ചതുമായ കരട് നിബന്ധനകൾ ഉൾപ്പെടുത്താത്ത നേരിന്റെയും നുണയുടെയും മിശ്രിതമാണ് ട്രംപിന്റെ പ്രസ്താവനകൾ എന്നാണ് ഇറാൻ പറയുന്നത്. അത് അംഗീകരിക്കുന്നില്ല. ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ പറയും പ്രകാരം കരാറിൽ ഇറാൻ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള ഇറാന്റെ ക്രമീകരണങ്ങളിൽ കപ്പൽ പരിശോധന, സേവനം, നിരീക്ഷണം, സുരക്ഷ ഇവയൊക്കെ ഉൾപ്പെടും എന്നാണ് ട്രംപിന്റെ വാദം. ഇറാന്റെ ആണവശേഷി നശിപ്പിക്കും എന്നുള്ള വാദവും ട്രംപ് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇതെല്ലാം ഇറാൻ തള്ളുന്നതായി ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആണവ നിർവ്യാപനം, യുറേനിയം മാറ്റൽ എന്നിവയിലും ഇറാൻ നിബന്ധനകൾ വിട്ടുവീഴ്ചയില്ലാത്തതാണ് എന്നാണ് വാർത്തകൾ. ആണവായുധം എന്ന സ്വപ്നം ഉപേക്ഷിക്കാനും അന്തിമ കരാറ് ഒരുങ്ങി എന്നുമുള്ള US ആജ്ഞയ്ക്കെതിരെ കടുത്ത നിലപാടുമായി ഇറാൻ രംഗത്തെത്തിയതോടെ സമാധാന കരാർ സംബന്ധിച്ച് ട്രംപിന്റെ വാദങ്ങൾ ശരിയല്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇറാനുമായുള്ള കരാറിന് സാധ്യതയുണ്ട് എന്നും ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഇറാൻ സമ്മതിച്ചു എന്നും കരാറിനടുത്തെത്തി എന്നൊക്കെ ട്രംപ് പറയുന്നതിനെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ ഖണ്ഡിക്കുന്നത്. ആണവായുധം എന്ന മോഹം ഇറാൻ എന്നേക്കുമായി ഒഴിവാക്കണം എന്ന ട്രംപിന്റെ ആജ്ഞ, ആ ആജ്ഞ ഇറാനോടല്ല വേണ്ടത് എന്നാണ് ഇറാൻ പറയുന്നത്. ആജ്ഞാശൈലിയിലുള്ള ഇത്തരം ആവശ്യങ്ങളോട് 47 വർഷം മുമ്പ് ഗുഡ് ബൈ പറഞ്ഞതാണ് ഇറാൻ എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈ വിശദീകരിച്ചു. ഡീൽ സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ്, അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ വിദേശത്തെ മരവിപ്പിച്ച ആസ്തികൾ പിൻവലിക്കുക, ഉപരോധങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുകയുമില്ല. പക്ഷേ US ചർച്ചകളിൽ സ്വരം മയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതാണ് കാണുന്നത്. കരാറിലേക്ക് ഇറാനെ എത്തിക്കാൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾക്ക് US തയ്യാറായേക്കുമെന്നും ഇമേജിനെ നോക്കിക്കൊണ്ട് ട്രംപിനെ ബാധിക്കാത്ത വിധം എന്തൊക്കെ സമീപനം സ്വീകരിക്കണം എന്നുമുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളും എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ. ഡീൽസ് അംഗീകരിക്കപ്പെട്ടാൽ ഇറാനിയൻ കപ്പലുകളെ തടയുന്ന നടപടി US സൈന്യം നിർത്തിവെക്കും. മേഖലയിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കണമെന്ന ഇറാന്റെ ആവശ്യം അംഗീകരിച്ചേക്കും. ഇറാന്റെ എണ്ണയ്ക്ക് മേൽ ഉൾപ്പെടുത്തിയ ഉപരോധമടക്കം പിൻവലിക്കുന്നത് ആലോചിക്കും. ഇതൊക്കെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയ കാര്യം. ഇത് തന്നെ US-ന്റെ നിലപാട് മയപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. US-ന്റെ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും മുമ്പ് സമാധാന കരാർ ട്രംപിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. എന്നാൽ വിജയം പ്രഖ്യാപിക്കാൻ തക്കവിധം ചില കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ സാഹചര്യത്തിൽ എന്താണ് നിലവിലെ കരാർ?
ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത് ഒരു താൽക്കാലിക വെടിനിർത്തലാണ്. അതിനെ 60 ദിവസം കൂടി നീട്ടിക്കൊണ്ട് സ്ഥിര സമാധാനത്തിലേക്കുള്ള ചർച്ചകൾ തുടരാനാണ് ട്രംപിന്റെ പ്രാഥമിക നീക്കം. എന്നാൽ ആണവ പരിപാടിയും ഹോർമുസുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളടക്കം ഇപ്പോഴും പ്രാഥമികമായി പോലും ചർച്ച നടത്താൻ പറ്റുന്ന വിധത്തിലേക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ ആണവായുധം വികസിപ്പിക്കരുത്, യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നീക്കം ചെയ്യണം അല്ലെങ്കിൽ നശിപ്പിക്കണം, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണം, അന്താരാഷ്ട്ര കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ ഈടാക്കരുത്, കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈൻ നീക്കണം മുതലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ട്രംപ് ഇതിന് അനുമതി നൽകിയോ എന്നുള്ളതാണ് ഇപ്പോൾ ഇരുന്ന പ്രശ്നം. ഇന്നലെ ട്രംപ് അനുമതി നൽകിയതുപോലെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് US മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഇതുവരെ ട്രംപ് അന്തിമ അംഗീകാരം നൽകിയിട്ടില്ല. മെയ് 29 വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നടന്ന ചർച്ചയിൽ അന്തിമ തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചതാണ് നമുക്ക് മുന്നിലുള്ള നിലവിലെ സാഹചര്യം. അതിനുശേഷമാണ് ഇപ്പോൾ ഇറാൻ നിലപാടുമായി രംഗത്തെത്തിയത്. പക്ഷേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പ്രാഥമികമായൊരു നിഗമനത്തിൽ അവരെത്തിയിട്ടുണ്ട്, ഒരു കാഴ്ചപ്പാടിൽ. എന്നാൽ ഇറാൻ്റെ പരമാധികാരം, സുരക്ഷ, ഭാവി ഇവ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാന നിബന്ധനകൾ അതുകൊണ്ട് തന്നെ പാലിക്കപ്പെടണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. അമേരിക്കൻ ഉപരോധങ്ങളും ഉപരോധ സമാന നടപടികൾ അവസാനിപ്പിക്കണം, ഇറാൻ്റെ എണ്ണക്കയറ്റുമതി സാധാരണ നിലയിലാക്കണം, ഹോർമുസ് വിഷയത്തിൽ സുരക്ഷാ ആശങ്കകൾ പരിഗണിക്കണം, ആണവ പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് നടത്താനുള്ള ധാരണയിലെത്തണം. ഇപ്പോൾ കീഴടങ്ങൽ സാധ്യമല്ല. രാജ്യത്തിനുള്ളിലെ ആണവ സാങ്കേതിക അവകാശങ്ങൾ സംരക്ഷിക്കണം, ഒപ്പം യുദ്ധത്തിലുണ്ടായ നാശനഷ്ടം നൽകണം എന്നുള്ളതാണ്. ഹോർമുസ് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും നിലപാട് പ്രധാനമാണ്. ലോക വ്യാപാരത്തിനും ഗതാഗതത്തിനും എണ്ണ ഗതാഗതത്തിനും അതീവ പ്രധാനമാണ്. കടലിടുക്ക് സ്ഥിരമായി തുറന്നിരിക്കണം എന്നാണ് അമേരിക്കയുടെ ആവശ്യം. കപ്പലുകൾക്ക് നിയന്ത്രണം പാടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതേസമയം ഇറാൻ്റെ പ്രധാന സമ്മർദ്ദ ആയുധമാണ് ഹോർമുസ്. യുദ്ധവും ഉപരോധവും അവസാനിപ്പിക്കാതെ കടലിടുക്ക് പൂർണ്ണമായും തുറക്കില്ല എന്ന് അവർ ഉറച്ച് പറയുന്നു. ഇപ്പോൾ സമാധാന കരാറിൻ്റെ ഭാഗമായി അത് തുറക്കാൻ തയ്യാറാണെന്ന് ഏകദേശം അവർ നിലപാട് എടുത്ത മട്ടിലാണ്. പക്ഷേ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് വേണം. ആണവ പരിപാടിയിൽ പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക്, അമേരിക്കയുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല. അടിസ്ഥാന ആണവ പദ്ധതികൾ, അതായത് ആണവ ആയുധ ശേഖരണത്തിനോ ആയുധം ഉണ്ടാക്കുന്നതിനോ യുദ്ധത്തിന് കാരണമാകുന്നതോ ആയ മട്ടിലല്ല. രാജ്യത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്കായി അനിവാര്യമാണ് എല്ലാ രാജ്യത്തിനും. അത് ഇറാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. പക്ഷേ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇറാൻ അത് ദുരുപയോഗിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും നിലവിൽ ഇറാൻ്റെ ആവശ്യങ്ങളോട് മയപ്പെട്ട നിലപാടിൽ US സമീപനം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പുറമേക്ക് ട്രംപിൻ്റെ ബഡായികൾ, പ്രസ്താവനകളാണ് പ്രതിസന്ധി ആകുന്നത്. അതാണ് ഇറാനെ സംശയത്തിലേക്ക് എത്തിക്കുന്നത്. US-ൻ്റെ സാമ്പത്തിക നില ഒരു പ്രശ്നമാണ്. ഒപ്പം രാജ്യത്തെ ആഭ്യന്തരമായി ട്രംപിനുണ്ടാകുന്ന വലിയ ജനപിന്തുണയിലെ കുറവ്. സമകാലിക സർവേകളെല്ലാം ട്രംപിൻ്റെ ഈ ഇടിവ്, ജനപിന്തുണയിലുള്ള ഇടിവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട്. അത് പക്ഷേ വിജയിക്കാൻ ഇടയുമില്ല. ഒപ്പം ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ട്രംപിന് അതിജീവനം പ്രധാനമാണ്. ഇറാൻ സാമ്പത്തികമായി അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണ്. അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് പ്രധാനമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ആഭ്യന്തരമായി ട്രംപിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധിയുണ്ട്. എന്തായാലും അമേരിക്ക മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൻ്റെ ട്രംപിൻ്റെ ഭീഷണിയുടെ തന്ത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇറാനും ഇപ്പോൾ വിലയിരുത്തുന്നില്ല പല ഭീഷണികളെയും. അതുകൊണ്ട് തന്നെ ദീർഘകാല ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉറച്ച നിലപാട് ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ കാര്യമായ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ഹോർമുസും ആണവ വിഷയം സംബന്ധിച്ച് കാര്യമായ പിന്നോക്കം പോക്ക് ഇറാനെ സംബന്ധിച്ച് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്ക മെയ്വഴക്കത്തോടെ ഒരു സമീപനം ഈ ദിവസങ്ങളിൽ സമീപിക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷകരമായൊരു വാർത്ത വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇറാൻ്റെ പരമാധികാരം മാക്സിമം അവരുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ മുൻനിർത്തിക്കൊണ്ടുള്ള, പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഇറാനും എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല യുദ്ധമില്ലാത്ത നല്ല നാളെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.